ഡോക്ടർ പി ജെ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തി എന്ന കാര്യം 5 മാസത്തിന് ശേഷം തുറന്ന് പരസ്യമായി പ്രതിരോധ മന്ത്രി, ഇസ്രായേൽ പ്രധാനമന്ത്രി സമ്മതിക്കുകയാണ്. ഒപ്പം തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഒരു തന്ത്രപരമായ നീക്കമാണോ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്? ഇതിനിടയിൽ ഗാസയിൽ വീണ്ടും ചില അറ്റാക്കുകൾ ഉണ്ടാകുന്ന ചില സൂചനകൾ കൂടിയും പുറത്തു വരുന്നുണ്ട്. എന്താണ് താങ്കൾ ഈ സാഹചര്യത്തിലേക്ക് കാണുന്നത്? ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പശ്ചിമേഷ്യയിലെ ഈ സംഘർഷങ്ങളുടെ ഗതി എന്നത് അവിതർക്കിതമായ കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളും നേരിട്ടുള്ള സൈനിക അതിക്രമങ്ങളും അത് ഒരു മാറ്റിവെക്കേണ്ടുന്ന അല്ലെങ്കിൽ മറച്ചു പിടിക്കേണ്ടുന്ന ഒരു വസ്തുതയല്ല. ഇസ്രായേലിന്റെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ലോകത്തിന് വ്യക്തമായ കാര്യമാണ്. പക്ഷേ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വെസ്റ്റ് ഏഷ്യയിലെ മാറ്റങ്ങൾ ഇസ്രായേലിനൊരു മേൽക്കൈ ആ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്ബുള്ളയെ അവർക്ക് ഏകദേശം തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സംഘർഷങ്ങളിലൊന്നും ഇസ്രായേലിന് ഹിസ്ബുള്ളയെ നിശ്ചിതമായി തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അതിന്റെ തുടർച്ചയായി ഹിസ്ബുള്ള ദുർബലമായതോടുകൂടി അതിന്റെ തുടർച്ചയായിട്ട് സിറിയൻ ഭരണകൂടവും വീഴുന്നു. അപ്പോൾ ഇറാൻ ആവട്ടെ വലിയ രൂപത്തിൽ ദുർബലമാക്കപ്പെട്ടു കഴിഞ്ഞു. ഇറാന് ശക്തമായ പിന്തുണ നൽകുന്ന റഷ്യ ആവട്ടെ ഉക്രൈൻ യുദ്ധത്തിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഈ സാഹചര്യം ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിന് ആ മേഖലയിൽ വലിയ തന്ത്രപരമായ മേൽക്കൈ ലഭിക്കുവാൻ കാരണമായിട്ടുണ്ട്. സിറിയ എന്ന് പറയുന്നത് ഒരു രാജ്യമാണല്ലോ. മറ്റത് ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഇറാന്റെ പ്രോക്സികൾ മാത്രമാണ്. സിറിയ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായി ഇറാന്റെ കൂടെ ഷിയ നെറ്റ്വർക്കിന്റെ, ഷിയ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. അതിൽ ഇറാഖ്, സിറിയ, ഇറാൻ എന്നീ 3 രാജ്യങ്ങൾ അതിൽ പരസ്പര ഐക്യത്തോടുകൂടി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല ഭൂമിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് സിറിയയുടെ തന്ത്രപരമായ സ്ഥാനം. അപ്പോൾ ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള കണക്ടിവിറ്റി ഈ സിറിയയുടെ ഭൂപ്രദേശത്തിലൂടെയായിരുന്നു. അതോടൊപ്പം ഗൊലാൻ ഹൈറ്റ്സ്, ഗൊലാൻ പ്രദേശങ്ങൾ സിറിയയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം ഉണ്ടെങ്കിലും സിറിയയുടെ പ്രദേശങ്ങളാണ്. അതും അവിടെ നിന്നുള്ള അക്രമങ്ങളെയും ഇസ്രായേലിനെ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ ഹെർമോൺ പർവ്വതനിര അടക്കുന്ന ഗൊലാൻ പ്രദേശങ്ങൾ മുഴുവനും ഇസ്രായേലിന്റെ കൈപ്പിടിയിലായി. ഉത്തര ഇസ്രായേലിൽ അവര് യുദ്ധം വിജയിച്ചു എന്നങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിലും ഹിസ്ബുള്ളയുടെ പ്രഹരശേഷിയെ അവർ നിർണായകമായി തകർത്തു. ഹൂത്തി കേന്ദ്രങ്ങളിൽ അമേരിക്കയാണ് യഥാർത്ഥത്തിൽ നിരന്തരമായിട്ടുള്ള ആക്രമണം നടത്തുന്നത്. ഇസ്രായേലും നടത്തുന്നുണ്ട്. അവരുടെ സനയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവും തകർത്തെറിയാൻ സാധിച്ചു. അപ്പോൾ ആ മേഖലയിലെ ശാക്തിക ബലാബലത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ചൈനയുടെ നിശബ്ദ പിന്തുണയും ഇറാൻ, സിറിയ, റഷ്യ സഖ്യവും ആ മേഖലയിൽ അതിശക്തമായി നിലനിന്നിരുന്നു. അവിടെ ഒരു പവർ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ ഇസ്രായേലിന്റെ സമീപകാലത്തെ മുന്നേറ്റത്തിലൂടെ അവർക്ക് കഴിഞ്ഞു. അവിടെ റഷ്യ ആ മേഖലയിൽ നിന്ന് ഏറെക്കുറെ ന്യൂട്രലൈസ് ചെയ്യുകയോ പിൻവാങ്ങുകയോ ചെയ്തു. ഇറാൻ പൂർണ്ണമായിട്ടും ദുർബലമായി. സിറിയയിൽ ഭരണമാറ്റം യാഥാർത്ഥ്യമായി. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനുണ്ടായിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രകടമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇപ്പോൾ അവിടുത്തെ ശാക്തിക ബലാബലം ഇസ്രായേലിന് അനുകൂലമാണ്. മാത്രവുമല്ല, ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി വരികയാണ്. അദ്ദേഹം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ പ്രവേശിക്കുന്ന നിമിഷം ഇസ്രായേലിന് കൂടുതൽ ശക്തിയും പിന്തുണയും പ്രഹരശേഷിയും ലഭിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം നൽകിയ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതോടൊപ്പം താങ്കൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് രഹസ്യമായി ചെയ്തത് ഇനി പരസ്യമായി ചെയ്യാൻ മടിക്കില്ല എന്നുള്ള ഒരു സന്ദേശം മാത്രമേ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സിന്റെ പ്രസ്താവനയിലുള്ളൂ. കാരണം ഇസ്രായേലിന്റെ അതിശക്തമായ വിമർശനം നിലനിൽക്കുകയും ശാക്തിക ബലാബലം ഇസ്രായേലിന് പ്രതികൂലമായി നിൽക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ മൊസാദിനെ ഉപയോഗിച്ചും IDF-നെ ഉപയോഗിച്ചും ഒക്കെ ഇസ്രായേൽ നിരന്തരമായി ചെയ്തു വന്നിരുന്ന കാര്യമാണ്. ഇത് ചെയ്യുന്നത് മൊസാദാണെന്നും ഇസ്രായേലാണെന്നും ലോകത്തിനൊക്കെ അറിവുള്ള കാര്യവുമാണ്. എന്നാൽ ഇപ്പോൾ
ആ മേഖലയിലെ ശാക്തിക ബലാബലത്തിൽ ഇസ്രായേലിന് അനുകൂലമായി ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നൽകിയ അധിക ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയെ ഞാൻ കാണുന്നത്. യെസ്, വളരെ നന്ദി ഡോക്ടർ PJ വിൻസെന്റ് പ്രതികരിച്ചതിന്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയ നീക്കമായി കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ നീക്കം കാണുന്നത്. ഒപ്പം തന്നെ അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൽ പ്രസക്തമാണ്.